നമസ്കാരം. എക്സലൻ്റ് അക്കാദമിയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പല അറ്റാക്കിംഗ് പ്ലെയേഴ്സും ഓപ്പണിംഗ് മുതൽ നമുക്ക് ഗാംബിറ്റ് ലൈനുകളോ അല്ലെങ്കിൽ ഫ്രീ ആയി മൈനർ പീസോ മേജർ പീസോ സാക്രിഫൈസ് ചെയ്യുകയോ ചെയ്ത് ശക്തമായ ആക്രമണങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ നമുക്ക് ചെസ് ബോർഡിലുള്ള ഈ പൊസിഷൻ ഒന്ന് വിലയിരുത്താം. ഇപ്പോൾ ചെസ് ബോർഡിൽ കാര്യമായ നീക്കങ്ങൾ വൈറ്റിൻ്റെ ഭാഗത്തു നിന്നോ ബ്ലാക്കിൻ്റെ ഭാഗത്തു നിന്നോ ഉണ്ടാക്കിയിട്ടില്ല. കാരണം വളരെ കുറച്ച് നീക്കങ്ങൾ മാത്രമാണ് ചെസ് ബോർഡിൽ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കാസ്ലിംഗ് ചെയ്യുന്നതിനും പീസ് ഡെവലപ്മെൻറ്റ് പൂർത്തിയാക്കുന്നതിനും ബ്ലാക്കിനും വൈറ്റിനും സാധിച്ചിട്ടില്ല. എന്നാൽ ഈ സാഹചര്യത്തിൽ ഒരു സാക്രിഫൈസ് ചെയ്യുകയാണെങ്കിൽ ഏത് രീതിയിലാണ് നമുക്കത് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഒരു പീസ് സാക്രിഫൈസ് ചെയ്യുന്ന സമയത്ത് ആ പീസ് വെട്ടിയെടുക്കുമ്പോൾ നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. കാരണം നമ്മളെ എതിരാളി ഒരു ആക്രമണ സാധ്യത മുന്നിൽ കണ്ടതുകൊണ്ട് മാത്രമായിരിക്കാം നമുക്ക് ഒരു പീസിനെ ഫ്രീ ആയിട്ട് തരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് നേരിട്ട് ഗെയിമിലേക്ക് പോകാം. നൈറ്റ് ടേക്സ് E5. വൈറ്റ് ഉദ്ദേശിക്കുന്നത് ബിഷപ്പ് ടേക്സ് F7 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു ചെക്ക് നൽകുവാൻ സാധിക്കും എന്നുള്ളതാണ്. എന്നാൽ വൈറ്റിൻ്റെ ക്യൂനിനെ ബിഷപ്പ് ഉപയോഗിച്ചുകൊണ്ട് വെട്ടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു പൊസിഷനാണ് ഇത്. ഓപ്പണിങ്ങിൽ ഒരു പീസിനെ ഫ്രീ ആയിട്ട് നൽകുകയാണെങ്കിൽ അത് വെട്ടിയെടുക്കുന്നതിന് മുൻപ് വളരെയധികം ശ്രദ്ധിക്കണം. ബിഷപ്പ് ടേക്സ് D1. ബിഷപ്പ് ഉപയോഗിച്ചുകൊണ്ട് വൈറ്റിൻ്റെ ക്യൂനിനെ വെട്ടിയെടുക്കുന്നു. ബിഷപ്പ് ടേക്സ് F7 ചെക്ക്. ബിഷപ്പ് ഉപയോഗിച്ചുകൊണ്ട് F7-ലിരിക്കുന്ന പോണിനെ വെട്ടിയെടുക്കുകയും ബ്ലാക്കിൻ്റെ കിങ്ങിന് ഒരു ചെക്ക് നൽകിക്കൊണ്ട് കിങ്ങിനെ മുൻപിലോട്ട് നീക്കം നടത്തുവാൻ സാധിക്കുകയും ചെയ്യുന്നു. കിങ് E7. ബ്ലാക്കിന് വളരെ മനോഹരമായ മറ്റൊരു ചെക്ക് നൽകുവാൻ സാധിക്കുന്നു. ബിഷപ്പ് G5 ചെക്ക്. ബിഷപ്പ് ഉപയോഗിച്ചുകൊണ്ട് ചെക്ക് നൽകുമ്പോൾ ഒരു സ്ക്യൂവർട്ടിലൂടെ ബ്ലാക്കിൻ്റെ ക്യൂവിനെ വെട്ടിയെടുക്കുവാൻ വൈറ്റിന് സാധിക്കും. കിങ് D6. ഈ പൊസിഷനിലെ ബെസ്റ്റ് മൂവ് എന്താണ് എന്നുള്ളത് വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം കണ്ടുപിടിക്കുവാൻ ശ്രമിക്കുക. നൈറ്റ് E5 ചെക്ക്. ഈ പൊസിഷനിൽ E5-ലിരിക്കുന്ന നൈറ്റിനെ സംരക്ഷിക്കുകയോ D8-ലിരിക്കുന്ന ക്യൂനിനെ വെട്ടിയെടുക്കുകയോ ചെയ്യാതെ നൈറ്റ് E4 എന്ന നീക്കം നടത്തിക്കൊണ്ട് കിങ്ങിനെ ആക്രമിക്കുന്നു. കിങ് ക്രോസ് E5. വൈറ്റ് ക്യൂനിനെ സാക്രിഫൈസ് ചെയ്ത ശേഷം ഒരു നൈറ്റിനെ കൂടി സാക്രിഫൈസ് ചെയ്യുന്നു. പോൺ F4 ചെക്ക്. കിങ് D4. റൂക്ക് ടേക്സ് D1. റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് ബിഷപ്പിനെ വെട്ടിയെടുക്കുന്നു. വൈറ്റിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ബിഷപ്പിനെ ക്യാപ്ചർ ചെയ്യുക എന്നതിലുപരിയായി D3-ൽ ഇരിക്കുന്ന പോണിനെ റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് സംരക്ഷിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് C3 എന്ന ഒരു നീക്കം നടത്തുവാനുള്ള സാധ്യത നമുക്ക് മുൻകൂട്ടി കാണാവുന്നതാണ്. ക്യൂൻ ടേക്സ് G5. ബ്ലാക്കിന് കിട്ടിയ പീസുകളെ തിരിച്ചു നൽകിക്കൊണ്ട് പൊസിഷൻ കൺട്രോൾ ചെയ്യുവാൻ ശ്രമിക്കുന്നു. പോൺ C3 ചെക്ക്. കിങ് E3. ബ്ലാക്കിന് ക്യൂൻ ക്രോസ് G2 എന്ന നീക്കം നടത്തുവാൻ സാധിക്കുകയാണെങ്കിൽ കിങ്ങിനെ സംരക്ഷിക്കുവാൻ സാധിക്കും. വൈറ്റ് ക്യാസ്ലിംഗ്. വൈറ്റ് കിങ് സൈഡ് ക്യാസ്ലിംഗ് ചെയ്തുകൊണ്ട് G2-ലിരിക്കുന്ന പോണിനെ സംരക്ഷിക്കുകയും റൂക്ക് F3 എന്നൊരു ചെക്ക് നൽകുവാൻ സാധിച്ചാൽ രണ്ട് നീക്കം കൊണ്ട് തന്നെ ചെക്ക് മേറ്റ് ഉണ്ടാക്കിയെടുക്കുവാൻ വൈറ്റിന് സാധിക്കും. നൈറ്റ് E5. എന്നാൽ നൈറ്റ് E5 എന്ന നീക്കം നടത്തിക്കൊണ്ട് F3 എന്ന സ്ക്വയറിൻ്റെ നിയന്ത്രണം ബ്ലാക്ക് ഏറ്റെടുക്കുന്നു. നൈറ്റ് ടേക്സ് G5. വൈറ്റിൻ്റെ നൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ക്യൂനിനെ ക്യാപ്ചർ ചെയ്യുന്നു. നൈറ്റ് ടേക്സ് F7. നൈറ്റ് ടേക്സ് F7 എന്ന നീക്കം നടത്തിക്കൊണ്ട് G5-ലിരിക്കുന്ന നൈറ്റിനെ ആക്രമിക്കുന്നു. എന്നാൽ നൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് വേണമെങ്കിൽ F7-ലിരിക്കുന്ന നൈറ്റിനെ വൈറ്റിന് വെട്ടിയെടുക്കാവുന്നതാണ്. നൈറ്റ് E6. വൈറ്റ് നൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് നൈറ്റിനെ വെട്ടിയെടുക്കുന്നതിന് പകരം F4-ലിരിക്കുന്ന പോണിനെ സംരക്ഷിക്കുന്നു. വൈറ്റിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് റൂക്ക് E1 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു ചെക്ക് മേറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. നൈറ്റ്
E5. ബ്ലാക്കിന് മറ്റു നീക്കങ്ങളൊന്നും തന്നെ നടത്തുവാൻ സാധിക്കില്ല. അതുകൊണ്ട് D3-യിലിരിക്കുന്ന പോണിനെ ആക്രമിച്ചുകൊണ്ട് N5 എന്ന നീക്കം നടത്തുന്നു. റൂക്ക് E1 ചെക്ക്മേറ്റ്. ഓപ്പണിങ്ങിൽ നമുക്ക് വെറുതെ കിട്ടുന്ന പീസുകളെ കാൽക്കുലേഷൻ ഇല്ലാതെ വെട്ടിയെടുക്കുന്നതിൻ്റെ പ്രശ്നം മനസ്സിലാക്കുന്നതിനുള്ള നല്ല ഒരു ഉദാഹരണമാണ് ഈ ഗെയിം. പുതിയ ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.